എല്ലാവർക്കും നമസ്കാരം. മാനവ സേവ, മാധവ സേവ, ഇത് വേദനക്ക് ഒരു കൈത്താങ്ങായ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്താൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മഹത്തരം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ നമുക്കറിയാം, ട്രോമ കെയർ പോലെയുള്ള ഒട്ടേറെ നിരവധി സന്നദ്ധ പ്രവർത്തകർ ഉള്ളതുകൊണ്ടാണ് കേരളം എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്ന് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാര്യങ്ങൾ ഉണ്ടായാലും അതിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് അതിന്റെ ആ പരിപാടി എന്ത് തന്നെയാണെങ്കിലും, ഇതൊരു സമ്മേളനമായാലും ഒരു ദുരന്തമായാലും അല്ലെങ്കിൽ എന്ത് തന്നെ വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സേവനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പോലും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം സർക്കാരിന്റെ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ വന്ന സമയത്ത് നടന്ന ക്ലാസ് ശ്രദ്ധിച്ചു. 4-5 പേർ ഈ ക്ലിനിക്കിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംഭവം. മലപ്പുറം ജില്ലയിൽ തന്നെ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു സ്റ്റേഷൻ യൂണിറ്റാണ് പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ്. അതിന്റെ കീഴിൽ ഒരു പരിശീലനം നടത്താൻ നിങ്ങൾക്ക് അവസരം കിട്ടുക എന്നത് തന്നെ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആക്റ്റീവായിട്ട് നമ്മളെല്ലാ പ്രവർത്തകരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും സുമേഷിനെ അതുമായി സ്വാഗതം. നമ്മുടെ കേരള സമൂഹം പ്രതീക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മുട്ടുവരെ പൊങ്ങിയിട്ട് പറഞ്ഞാൽ മതി, അടിപൊളി നല്ലൊരു മാത്രം വിയർപ്പായ പോലും ഇത് കൊടുക്കാവും. ഈ യോഗയിൽ അടിത്തത് വേണ്ടേ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള നാട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ ഒന്നും നോക്കണം. ഈ മറ്റേ ഒരു ഒന്നാമത്തെ ക്ലാസ്സിൽ സ്റ്റേഷനിൽ എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കി പെൺപിക്കട്ടോ ഇങ്ങനെ കറക്കിട്ട് തിരിച്ചവിടെ കൊണ്ടുവെക്കി ഇനി എങ്ങോട്ടാ നടക്കുക? ബാക്കോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ? റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പ്രോസസ് ചെയ്യാൻ സാധിക്കും. 9, 10, 1, 2, 3, 4, 5, 6. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ നല്ലത്. എന്നാ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സങ്കടമൊന്നും വേണം. ആളെ കിട്ടുകയാണെങ്കിൽ ഇത് 3 റെഡി, 2 മുട്ടിന് 1 നിലത്ത്. ഈ 2 പേരിൽ ഇങ്ങനെ ഓക്കെ